അനിബിന് ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഖാല, അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു, അനിൽ ഖസഇ, ഖസഇ വിരോധിച്ചിരിക്കുന്നു. ഖസഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, തലമുടി ഷേവ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തുനിന്നും ഒരുപോലെ ഷേവ് ചെയ്യണം, എല്ലായിടത്തും ഒരുപോലെ ഷേവ് ചെയ്യണം. നമുക്ക് വേഗം മനസ്സിലാവൂ. ഇന്നിപ്പോൾ റോട്ടിലേക്കാണ്ട് ഇറങ്ങിയാൽ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ ഏതെല്ലാം വിധത്തിലാണെന്ന് സലൂണുകളിൽ നിന്ന് ആണുങ്ങൾ അവരുടെ തലമുടി കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൽ ഇന്നിപ്പോൾ നമുക്ക് ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ശറഹും നോക്കേണ്ട കാര്യമില്ല. ഇന്നത് സുലഭമാണ്. ഇഷ്ടംപോലെ പല മോഡലുകളിലാണ് ഇന്ന് മുടി കൊണ്ടാക്കി തീർക്കുന്നത്. അതിലൊക്കെ ആകത്തുക ഈ കാണുന്നത് ഇതായിരിക്കും. ചില ഭാഗം ഷേവ് ചെയ്തിട്ടുണ്ടാകും, ചില ഭാഗം നിർത്തിയിട്ടുണ്ടാകും. അതിനിപ്പോൾ ഏത് കോലത്തിലായാലും വട്ടത്തിലായാലും ചെരിഞ്ഞിട്ടായാലും ഒരു ഭാഗത്ത് വെച്ചു, ഇപ്പുറത്ത് വെച്ചു, അപ്പുറത്ത് വെച്ചു, അതൊന്നും പ്രശ്നമില്ല. കുറച്ച് വടിച്ച് കുറച്ച് നിർത്തുക എന്നുള്ളത് ശരിയല്ല. വടിക്കുകയാണെങ്കിൽ ഫുള്ള് വടിക്കുക, വിടുകയാണെങ്കിൽ ഫുള്ള് വിടുക. അത് നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നിടത്തുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കുറേ ഇങ്ങനെ വടിച്ച് കളഞ്ഞതുപോലെ ഷേവ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും മെഷീൻ വെച്ചാലും. അങ്ങനെയാണ് മെഷീൻ വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഒന്നാകെ നിർത്തുകയും ചെയ്യും. അതൊക്കെ ഈ ഖസഇൻ്റെ വിധിയിൽ പെടും. ഇന്നിപ്പോൾ മുസ്ലിം വീടുകളിൽ തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ ഗൗരവമൊക്കെ അറിയാതെ ചെറുപ്പത്തിലേ കുട്ടികളെ സലൂണുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള വ്യത്യസ്ത പേരുകളാണ്, നമുക്കതിൻ്റെ പേരുകളൊന്നും പറയാൻ അറിയില്ല. ഒരുപാട് പേരുകളിൽ ഇന്ന് സലൂൺ പോയാൽ അതിൻ്റെ നേർക്ക് നേരെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ചിത്രം ഉണ്ടാവും. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒട്ടേറെ മോഡലുകൾ, അതിനൊക്കെ സ്പെഷ്യൽ പേരുകളുമുണ്ട്. അതൊക്കെ നമ്മുടെ മുസ്ലിം രക്ഷിതാക്കൾ വരെ, ഉമ്മാരും അതുപോലെ തന്നെ ബാപ്പാരും ഒക്കെ അനുവാദത്തോടു കൂടി കുട്ടികളെ, ചെറിയ കുട്ടികളെയൊക്കെ അങ്ങനെ ചെയ്തു കൊണ്ട് നടക്കുന്നതും കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് പാടില്ലാത്ത സംഗതിയാണ്, വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. വെട്ടുമ്പോഴാവട്ടെ വടിക്കുമ്പോഴാവട്ടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ എടുക്കുന്ന ആ ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്.